Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ മപ്പാസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തു വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ വേണം. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ ഞാനിപ്പോൾ. നമ്മൾ കറിയിൽ വേറെ ഉപ്പിടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ്റെ അകത്ത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതവിടെ ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഒന്നാം പാലാണത്. ഇതിപ്പോൾ 1.5 കപ്പ് ഉണ്ടാവും. 1.5 കപ്പ് രണ്ടാം പാലും, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു 15 വെളുത്തുള്ളി. ഇത് നാടൻ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിരിക്കുവാണ്. അപ്പോൾ പച്ചമുളക് ഇതിൻ്റെ അകത്ത് വേറെ മുളക് പൊടിയൊന്നും അങ്ങനെ ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടേക്കണം. ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇതൊരു വലിയ സവാളയാണ്, അതും മുറിച്ചെടുക്കുക. സവാള ഒന്ന് വലുതായിട്ട് അരിഞ്ഞാൽ മതി, തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിയാം. സവാളയും തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള കുറച്ച് വലുതാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അപ്പം ഇനി മപ്പാസ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ കടായി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതൊന്നും ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട. ഇതൊരു ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. ഇതിലേക്ക് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, സവാള, ഇതൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂക്കുമ്പോൾ ഒരുപാടൊന്നും ബ്രൗൺ കളർ ആവണ്ട. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് അയച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സവാള ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. അത് അത്രയും വാടിയിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി ഈ പൊടികളൊന്ന് മൂത്ത് വരണം. പൊടികൾ മൂത്ത് വരുന്നവരെ ഒന്ന് എണ്ണയിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൊടി മൂക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എണ്ണ ഉണ്ടാകത്തില്ല. പൊടി മൂത്ത് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് പൊടി മൂത്തു എന്ന് മനസ്സിലാവും. പൊടി നന്നായിട്ട് മൂക്കണം. മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച മണം വരും. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണുന്നുണ്ട്. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പം തന്നെ കിട്ടും. ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരട്ടി വെച്ചേക്കണ ചിക്കൻ ചേർക്കാം. ഇനി ഈ ചിക്കൻ ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവണം ചെറുതായിട്ട്. അപ്പോൾ കുറച്ച് നേരം ആ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് ചിക്കനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവും. ചിക്കൻ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് ചിക്കനൊന്ന് വേവിക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിക്കൻ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം.
ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറിയിലേക്കൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കടുക് ഇടണേന്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ചെറിയ ഉള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം ഇടിയപ്പം ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.